ഹലോ ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ 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 ചാനൽ എന്തൊക്കെയാ ഞാൻ പറയണേ, നമ്മുടെ ചാനലിലുണ്ടല്ലോ ഞാൻ എന്ത് ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ മില്യൺ വ്യൂസ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്. അതേപോലെ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴും തന്നു കഴിഞ്ഞാൽ അതിലും വളരെയേറെ സന്തോഷമായിരിക്കും. ഇന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ പ്രിപ്പറേഷൻസാ സംഭവം എന്താണെന്നറിയോ ഗൈസ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മൾ കുറെ നാളെ ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് അല്ലെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വ്ളോഗ് ഇന്ന് നമുക്ക് ചെയ്യാം. അതിന്റെ ഒരു ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ ഒരു ലത് കിട്ടി തുടങ്ങിയത്. മനസ്സിലായോ? കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സാധനമൊക്കെ റെഡി ചെയ്ത് നമുക്ക് നല്ലൊരു ലത് ചെയ്താന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ലത് ചെയ്തെന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, എടാ ഇവിടെ മേഘ്ന ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി ഉണ്ട്. നമ്മളിവിടെ എന്തൊക്കെ ബിരിയാണി ചെയ്തിട്ടുണ്ട്? ഈസി ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്, ദം ബിരിയാണി ചെയ്തിട്ടുണ്ട്, കൊടക്കാച്ചി ബിരിയാണി ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബിരിയാണി ദോശ അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിരിയാണി നമ്മൾക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സാധനമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പൈസ. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാവുമ്പോ അതിന്റെ ലവിടെ അടിക്കുമ്പോൾ ഇതിന്റെ ലിവിടെ ഇല്ലാണ്ടിരുന്നത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലിതൊക്കെ നമ്മൾ റെഡിയാക്കിയത്. അപ്പൊ നമുക്ക് ലത് തുടങ്ങാം. ഇപ്പൊ നമ്മള് ഒരു 1/2 കിലോ ചിക്കൻ നമ്മള് ബോൺലെസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചിരാം കേട്ടോ. ഒരു മുട്ട, 2 സ്പൂൺ കോൺഫ്ലവർ. വെളിച്ചെണ്ണ വളരെ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ്, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വെളിച്ചെണ്ണ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ എണ്ണകളും യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ ചെക്കിൽ ആട്ട് ചെയ്ത് കിട്ടും നല്ലെണ്ണ. അപ്പൊ അതുകൊണ്ട് നമ്മളത് പ്രിഫർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, കേടിടാൻ മറന്നുപോയി ഗൈസ്. 1 സ്പൂൺ മതി കേട്ടോ. ഓക്കെ, ഇത്തിരി ഉപ്പ് നോക്കട്ടെ. 100% കറക്റ്റ് ആയിരിക്കും. കാരണം ഇന്നെല്ലാം തുടങ്ങിയ പണിയല്ല ഈ ബിരിയാണി മേക്കിംഗ് ഒക്കെ. എന്നാലും ഒന്നും കൂടെ ഹരിച്ചും കുടിച്ചും നോക്കണം നല്ലല്ലേ? ഒന്നും കൂടെ ഹരിച്ചും കുടിച്ചും എന്നാ ഹരി ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കുമ്പോ കറക്റ്റാ ഏകദേശം. അപ്പൊ അത് അവിടെ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് അവിടെ നന്നായിട്ട് നല്ല തിക്കായിട്ട് വരട്ടെ. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിരിയാണി മസാല, ബിരിയാണി റൈസ് വെക്കാം. കമോൺ. അപ്പൊ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് നെയ്യ്, കുറച്ച് ഓയിൽ. ഇതാണ് എന്റെ മസാലപ്പെട്ടി കേട്ടോ. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചത് ഈ സാധനമാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഇതിനോട്. അതെ. അപ്പൊ നമുക്ക് ഓരോ മസാലകളായിട്ട് ഇടാം കേട്ടോ. പട്ട, ഒരു 4-5 ഏലക്ക, 4-5 ഗ്രാമ്പ്, ചെറുജീരകം, വലിയ ജീരകം, കുറച്ച് ജാതിപത്രി, 1 സ്പൂൺ കുരുമുളക്, 2 പട്ടയില. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ. ഭയങ്കര അതിന്റെ ആ ഒരു സ്മെല്ല്, നെയ്യും അതിലിങ്ങനെ വറക്കുമ്പോ ഉള്ളൊരു മണം ഉണ്ടല്ലോ. ആ ഫ്രൈ ആയി വരുന്നതിന്റെ ആ സ്മെല്ല് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് സവാളയും പച്ചമുളകും ഇടാം കേട്ടോ. 2 സവാളയും 3 പച്ചമുളകും. ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടിക്കിട്ടാനേ. ഒരു പിടി കറിവേപ്പില. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ. ഒരു തക്കാളി.
അതെ സവാളേ ശരിക്കും ഇങ്ങനെയല്ല അരിയേണ്ടത്, ഇങ്ങനെ നേരിയതായിട്ട് നീളത്തിലാണ് അരിയണത് ബിരിയാണി. പിന്നെ ഇങ്ങനെ അറിഞ്ഞാലാണ് നല്ല ഇങ്ങനെ ഗ്രവിയൊക്കെ നല്ലോണം പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മുടെ പൊട്ട ബിരിയാണി, ഇത് മേഘ്ന ബിരിയാണി. പിന്നെ ബീന ബീന ഇപ്പൊ ഇങ്ങനെ പറയാണ് ബീന എന്ത് ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. എന്ത് ബീന ഉണക്ക ചെമ്മീൻ ചമ്മന്തി, പിന്നെ അത് ബീന പുളിശ്ശേരി. പുളിച്ചിരിക്കോ പുളിച്ചിരിക്കണം ബീന ഇല്ല ബീന പുളിശ്ശേരി. എന്തെന്നാണത് പുളിശ്ശേരിയില്? അതിനെന്തായിരുന്നു? എന്റെ പുളിശ്ശേരി നീ കഴിച്ചിട്ടില്ല? എന്ത് ടേസ്റ്റ്! ഈ ബീന പുളിശ്ശേരി അതിനകത്ത് എന്താ കിടക്കണേന്ന്? മാങ്ങ പുളിശ്ശേരി, ബീന മാങ്ങ പുളിശ്ശേരി. പിടിക്കണില്ലല്ലേ ഞങ്ങള്? അത് ഭയങ്കര, അത് മേഘ്ന ബിരിയാണിനെക്കാട്ടി ഫേമസ്. മാങ്ങ പുളിശ്ശേരി, ബീന ഉണക്ക ചെമ്മീൻ ചമ്മന്തി, ബീന കോഫി, ബീന ഉപ്പിലിട്ട കറി, ബീന ഉപ്പിലിട്ട നെല്ലിക്ക കറി, തീയല്. എന്റെ പൊന്നോ, മേഘന സ്പെഷ്യൽ ബിരിയാണി സൂപ്പർ സൂപ്പർ. പണി നോക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുള്ള വെറുതെ ക്രിഞ്ച് അടിക്കില്ലേട്ടാ. ക്രിഞ്ച് അതെന്താ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വാർത്ത വേർഡുകളൊന്നും അമ്മയ്ക്ക് അറിയാൻ പറ്റും. അത് ശരി. അപ്പൊ ഞാൻ ന്യൂ ജനറേഷനിലല്ലേ? ഇത് ഓൾഡാ. കുറച്ച് മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതൊന്ന് മൊരിയട്ടെ കേട്ടോ. കുറച്ച് കാഷ്യൂസ് ഇടുന്നുണ്ട് കേട്ടോ, ഒരു മേമ്പൊടിക്ക്. അതെ മതിയില്ലേ? മതി. നന്നായിട്ട് കറുവറ. അപ്പൊ നന്നായിട്ട് പൊടികൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ 1 സ്പൂൺ കേർഡ്. ആക്ച്വലി എല്ലാം ഞാനങ്ങനെ കുറ്റം പറയരുതല്ലോ. അപ്പൊ അമ്മയുടെ കുക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അമ്മ അതിനെടുക്കുന്ന എഫേർട്ട് ഇല്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചട്ടപ്പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളോട്ടോ ഞാൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ പയ്യെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. മഞ്ഞുമൽ ഗേൾസ്, മഞ്ഞുമൽ ആന്റി. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആന്റി, മഞ്ഞുമൽ ആന്റി. എത്ര 3 അങ്കിൾ കിട്ടിയില്ലേ? ഞാൻ പറയാൻ വന്നു, ഇതിന് പറയണില്ല. അങ്ങനെ പറയല്ലേ. നിനക്ക് സപ്പോർട്ട് ഞാനും, എനിക്ക് സപ്പോർട്ട് നീ. അതെ, അത്രയാണ്. ആക്ച്വലി അത് ശരിക്കും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് അമ്മ കുക്ക് ചെയ്യുക കേട്ടോ. ശരിക്കും നന്നായിട്ട് അതിന് ഇപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബിരിയാണി കഴിക്കണോ? എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര സൂപ്പറാണെന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ ആ ഒരു ഇതൊക്കെയാണ് അവൾക്ക് കിട്ടിയേക്കണത് കേട്ടോ. അപ്പൊ റൈസ് വറക്കാനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടുത്ത റൈസ് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മസാല ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഉള്ളല്ലോ, നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഈ ബാസ്മതി റൈസിന്റെ വെള്ളമൊന്നും നമ്മൾ കളയില്ല, കഴുകിയ വെള്ളം കളയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത്രയും നമ്മൾ പ്രോട്ടീനാണ് ഈ വെള്ളം. അപ്പൊ അതുകൊണ്ടല്ല, പ്രോട്ടീനാ. ആ വെള്ളം കളയില്ല. അരിയില് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാല് ആദ്യത്തെ ആള് അമ്മയ്ക്ക് ആണല്ലേ. ഇപ്പൊ അരിയില് പ്രോട്ടീൻ ഉണ്ടാ? എനിക്കറിയാവുന്നത് കാബ്സ് ആണുള്ളത് എന്നിട്ട് എനിക്കറിയാവുന്നത്. പ്രോട്ടീൻ ഉള്ള കാര്യം എനിക്കറിയില്ല. ആക്ച്വലി സംബന്ധിച്ച് നമ്മള് ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. അരിയില് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെയെങ്കിലും ഞാൻ സഹിച്ചേനെ. ആ അരി കഴുകിയ വെള്ളത്തിന് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാം എന്റെ അറിവില്ലായ്മ എന്ന് വിചാരിച്ചാ മതിട്ടാ. വേറെ ഇപ്പൊ മനസ്സിലായല്ലോ ഗൈസ് ഞാൻ എന്തെങ്ങനെ ആയിപ്പോയെന്ന്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്റെ സംഭവം എന്താ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അരി ഫസ്റ്റ് ഒരു വട്ടം നമ്മൾ കഴുകി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കഴുകി മാറ്റുന്ന വെള്ളമില്ല, അത് നല്ല വെള്ളം എടുത്തിട്ട് മാറ്റി വയ്ക്കുക. വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പും കൂടും. നമ്മളുടെ ബിരിയാണിക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന, ഞാൻ ആക്ച്വലി ചിക്കൻ കറിക്ക് പോലും നമ്മൾ ഇത് ഒഴിക്കാറുണ്ട് കേട്ടോ, ഈ അരി കഴുകി വെച്ചിട്ട്. സാധാരണ അരിയുടെ ഇതല്ല കേട്ടോ, നമ്മള് ബാസ്മതി റൈസ് പിന്നെ പൊന്നി അരി അതിന്റെ ഒക്കെ വെള്ളം എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാ. അപ്പൊ ഞാൻ ചെയ്യാന്നോ, നമുക്ക് ഇതിലേക്ക് നമുക്ക് അരി ഇടാവേ. ഫ്രൈഡ് റൈസ് ആണ് ഇത്. അല്ലല്ല, ഇത് എന്തിനാന്നറിയോ? ബിരിയാണി നല്ലോണം
വിട്ടിരിക്കണ ഓരോ അരിമണികളും വിട്ടിരിക്കാൻ നല്ലതാ. ഇങ്ങനെ ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് പെരട്ടി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. 1 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ടേ. ഓക്കെ, ഡൺ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ ഒന്ന് പെരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ബിരിയാണി മസാല ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണേ. നമ്മൾ ബിരിയാണിക്ക് വെള്ളം അളന്ന് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്ന് ഇട്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം അളന്ന് ഒഴിക്കാൻ. ഓക്കെ, 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. 1 ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കണ്ട കേട്ടോ. 2. ഇനി എൻ്റെ ഒരു പൊടിക്കായി ഇവിടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, നമ്മൾ ചിക്കൻ കുറച്ചിങ്ങനെ വേവിച്ച് ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കിൻ്റെ കുറച്ച് വെള്ളം കൂടെ. 3. പിന്നെ ആ ചിക്കനും കൂടെ അങ്ങോട്ട് ഇട്ട് വെക്കാം. പിന്നെ ഒരു 4-5 കഷ്ണം ചിക്കൻ ഉണ്ട് വേവിച്ചത്, അതും കൂടെ ഇതിലേക്ക് ഇടാം കേട്ടോ. 1 സ്പൂൺ ലൈം ജ്യൂസ്. ഒരു പിടി മല്ലിയില. ഇതിപ്പോ വെന്ത് അത് കഴിഞ്ഞ് ഞാൻ ഫ്രൈ ചെയ്ത് ഞാൻ മസാല ഉണ്ടാക്കി പിന്നെ ദം ചെയ്ത് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഞാൻ വല്ല സിനിമക്കും പോയിട്ട് വരാൻ പോണ കേട്ടോ. അമ്മ ഇവിടെ ഒന്ന് ചെയ്തു. അത് കൊള്ളാം. നീ മേഘനാസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നീ ഇത് ചെയ്യാണ്ട് ഞാൻ ചെയ്താൽ മതിയാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേഘനാസ് സ്റ്റുഡിയോ ബോക്സിനാണ് ചെയ്യണത്, അതിൽ കൊച്ചു കൊച്ചു ആശകൾക്കല്ല. മനസ്സിലായ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പയ്യെ നമ്മുടെ ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. സ്മാർട്ട് വർക്ക് ഇസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അങ്ങനെ തന്നെ. പാത്രം ഞാൻ കൊണ്ടുപോയേക്കാം. അപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ചട്ടിയും ചൂടായിട്ടുണ്ട്. നമുക്ക് നേരെ എണ്ണ ഒഴിക്കാം കേട്ടോ. റെഡിയാവും. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വേവണേ. അപ്പൊ നന്നായിട്ട് ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് നമ്മള് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ബാലൻസ് ഉള്ള ആ എണ്ണയില്ലേ, കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലാസും കൂടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില, 2 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പൊ തക്കാളിയും നമ്മൾ ക്യാഷ്യും കൂടെ രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നൊരു അരയ്ക്കാൻ പോവാണേ. അപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ പേസ്റ്റ് ആഡ് ചെയ്യാം. നീ ഒരു പിടി മല്ലിയില, അപ്പൊ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി കുറേശ്ശെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ തൈര്. അത്രേ ഉള്ളൂ. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഈ എണ്ണ മാറി നിൽക്കണ പരിവാകുമ്പോഴാണ് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം കേട്ടോ. ഇപ്പൊ തന്നെ സ്മെല്ലൊക്കെ വന്നിട്ട് ടേസ്റ്റ് ഇങ്ങനെ വായിൽ വെള്ളം ഊറുക കേട്ടോ. അല്ല, എണ്ണ മാറി നിൽക്കുന്നുണ്ടോ? ഇതുപോലെ എണ്ണ മാറി നിൽക്കുമ്പോൾ അത് വരണ്ടു എന്നാണ് അർത്ഥം. ഇനി നമ്മള് മാറ്റി വെച്ചിരിക്കണ ചിക്കൻ അതിട്ട് കൊടുക്കുക കേട്ടോ. ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡി. ഈ ബിരിയാണിക്ക് ആയതുകൊണ്ട് മസാല ഒരുപാട് ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടോ എടുക്കരുത് കേട്ടോ. തിക്കായിരിക്കണം എപ്പോഴും. ബിരിയാണിയുടെ ചിക്കൻ മസാലയോ മട്ടൺ എന്ത് മസാല ആണെങ്കിലും നല്ല തിക്കായിരിക്കണം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ വേറൊരു കാര്യം മറന്നുപോയോ? നമ്മള് നേരത്തെ അരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തായെന്ന് നോക്കണ്ടേ? ഒരു വിസിൽ കഴിഞ്ഞപ്പോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. വാ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ കുങ്കുമപ്പൂ വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം കയറട്ടെ കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് എന്താ പറയാ, നമ്മൾ ദമ്മൊക്കെ ചെയ്യില്ലേ അതിന് പകരം. അങ്ങനെ നമ്മുടെ മേഘ്ന ചിക്കൻ ബിരിയാണി ഇപ്പൊ റെഡി ആവാൻ പോവാണ്. ആക്ച്വലി നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് പണിയുണ്ട്. നമ്മൾ നോർമലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വീട്ടിൽ വെക്കാറുള്ളതാ. ഈസി ബിരിയാണി ആട്ടോ വെക്കുന്നത്. ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ പരിപാടി കഴിയും. ഒറ്റയടിക്ക് എല്ലാം കൂടെ വെച്ച് ഒരു വിസിൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കുറച്ച് പണിയുള്ള പരിപാടി. അല്ലെങ്കിൽ അതെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം. എന്നെ പോലെ തന്നെയാ. അതെ. എനിക്ക് വയ്യ എന്റെ അമ്മോ. ആ എത്തിയല്ല. എന്താ പരിപാടി എന്നറിയോടെ? തേങ്ങാ സാധനം. നിനക്ക് സ്മെല്ലൊന്നും കെട്ടുന്നില്ലടാ. നിനക്ക് നിന്റെ മൂക്കിനെന്ത് പറ്റിയാടാ? മൂക്കി ചത്തു. എന്താണ് ഇത്രയും പറഞ്ഞത്? കാളാഞ്ചി ബിരിയാണിയാ? കാളാഞ്ചി ബിരിയാണി എന്ത് ബിരിയാണി? അതെന്ത് ബിരിയാണി? മഷ്റൂം. മഷ്റൂമിനാണ് കാളാന്ന് പറയണേ. ഇത് എന്ത് പരിപാടി? ഓ, ചിക്കൻ പുലാവ്. ചിക്കൻ പുലാവാ? ഇതങ്ങോട്ട് വെച്ചങ്ങള്. ഇതിനെന്ത് പേര് പറയാ? അത് നീ ആദ്യം പറ. ഇതിനെന്താണ് പേരെന്ന് നീ പറഞ്ഞ മൊത്തം ബിരിയാണി നിന്നെ കൊണ്ട് നീ ആ പേര് പറഞ്ഞ. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേരാ. എനിക്ക് ഇഷ്ടമുള്ള സുരേഷ് ബിരിയാണിയോ? അയ്യേ, എനിക്കിനി ഒന്നും പറയണ്ട. ഒന്നും പറയണ. മതി. ഇത് മേഘ്ന ബിരിയാണി. നിമ്മി ബിരിയാണി சொல்லுவாங்க. അപ്പോഴും അവന് എന്റെ അടുത്ത് സ്നേഹമില്ല. ഇത് ബാംഗ്ലൂർ ബിരിയാണി. അപ്പൊ നിങ്ങളെ പേര് വെച്ചിട്ടീங்களா? അല്ല, ആ ബാംഗ്ലൂരിലുള്ള ആൾക്കാരെ പേര് വെച്ചതാ. ആ പേര് വളരെ ഐശ്വര്യം ഉള്ളതുകൊണ്ടും ആ പേര് വെച്ച സക്സസ് ആവുന്നവർക്ക് അറിയായിരുന്നു, അതുകൊണ്ട് വെച്ചതാ. ഭാരത്തിൽ ഒരു കുറവുമില്ല. മൂക്കൊക്കെ വെച്ചാൽ അതിന്റെ പേരാണ് മേഘന. പ്ലേറ്റ് നിനക്ക്. എനിക്ക് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നന്നായിട്ടുണ്ട്. പീസ് നോക്കണം. പീസ് അടിപൊളി. പീസ് അടിപൊളി. എല്ലാം അടിപൊളിയാണോ? എന്റെ പേരെന്താന്ന് പറഞ്ഞ? മേഘന ചിക്കൻ ബിരിയാണി. അല്ല, ബാംഗ്ലൂർ മേഘന ചിക്കൻ ബിരിയാണി. സാപ്പാട് മുടിഞ്ഞിട്ട്
അപ്പൊ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എന്തായാലും പിള്ളേർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും കേട്ടോ. എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ എന്നിട്ട് വിഷമിപ്പിക്കരുത്. ചേച്ചി മോൻ കഴിച്ചടാ, മോൻ കഴിച്ചു. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യം 100% ഷുവർ ആട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മേഘ്നാസ് ബാംഗ്ലൂർ മേഘ്നാസ് ചിക്കൻ ബിരിയാണി. ഞങ്ങൾ കുറച്ച് ഓവറായോ? ഞാൻ പറഞ്ഞു. ആ ശരി, പറയട്ടെ. അപ്പൊ ബാംഗ്ലൂർ മേഘ്ന ചിക്കൻ ബിരിയാണി. ബാംഗ്ലൂരിനെ പറയാൻ പറ്റില്ല, ഞാൻ പറയാം ഒന്നുകൂടെ ട്രൈ. അപ്പൊ ബാംഗ്ലൂർ മേഘ്നാസ് ചിക്കൻ ബിരിയാണി. മേഘ്നാസ് അല്ലല്ല, മേഘ്നല്ലേ. ടേക്ക് നമ്പർ 10. അപ്പൊ ബാംഗ്ലൂർ മേഘ്ന ചിക്കൻ ബിരിയാണി സൂപ്പർ, അടിപൊളിയാണ്.